ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടെയുള്ള മലയാളികളെ പോലെയുള്ള ആളുകളാണോ കർണാടകക്കാരെന്ന് വിചാരിച്ചോ? അവര് സ്നേഹസമ്പന്നരൊക്കെ തന്നെയാണ്. പക്ഷെ മലയാളികളെ പോലെ അങ്ങനെ ഐക്യത്തിൽ നിന്നുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു കാര്യത്തിൽ അവര് മുന്നിട്ടിറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും പല രീതിയിലുള്ള ജോലികളും മറ്റ് ഇതൊക്കെയുള്ള ആളുകളാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു മലയാളികളെ പോലെ കൂട്ടായ്മയോട് കൂടി നിന്നുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ അവർ ഒരിക്കലും തയ്യാറാകില്ല. ആ കർണാടകക്കാരുടെ മനസ്സ് ഇളക്കിക്കൊണ്ട് ആ നദിയിൽ വന്ന് അവരുടെ വാഹനവും അതുപോലെ തന്നെ അർജുനെയും പൊക്കിയെടുക്കാൻ വേണ്ടി കാണിച്ച ആ ഒരു ആർജവം കേരളക്കര മൊത്തം കണ്ട വിഷയം തന്നെയാണ്. എന്തായാലും ഒരു നന്ദിയില്ലാത്ത കുടുംബം എന്നുള്ള ഒരു പേര് തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഭാഷ. ഇപ്പോ ഞാനിവിടെ തമ്പനയിൽ കൊടുത്തത് ഇറാന്റെ ആ ഒരു സംഭവമാണ്. ഇപ്പൊ ഇന്നലെ ഞാൻ ആ വീഡിയോസ് മൊത്തത്തിൽ ഇരുന്നിട്ട് CNN BBC അതുപോലെ അൽ ജസീറ ന്യൂസൊക്കെ കണ്ടു. ഇറാനിൽ നടന്ന ആ ഒരു ഇറാനിൽ നിന്നും മിസൈൽ തൊടുത്തു വിട്ടതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൽ നെതന്യാഹു ഓടുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ അത് എന്താണെന്ന് നമുക്കൊന്നു കേട്ടു നോക്കാം. ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിനിടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഓടി രക്ഷപ്പെടുന്നു എന്ന രീതിയിൽ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. ഇറാനിയൻ അനുകൂല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളാണ് ഇത്തരമൊരു പ്രചരണത്തിന് പിന്നിൽ. എന്നാൽ ദൃശ്യത്തിന് പിന്നിലെ യഥാർത്ഥ വസ്തുതയും പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ വൈറലായിരിക്കുന്ന വീഡിയോയ്ക്ക് കുറഞ്ഞത് 3 വർഷത്തെ പഴക്കമുണ്ട്. 2021 ഇതേ വീഡിയോ പങ്കിട്ട ഫേസ്ബുക്കിലെ പോസ്റ്റുകൾ ഇത് സ്ഥിരീകരിക്കുന്നു. ഈ വീഡിയോകളിൽ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ പാർലമെന്റായ നെസന്റിന്റെ ഇടനാഴികളിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നാണ് ആരോപിക്കുന്നത്. എന്നാൽ വീഡിയോ ഏത് സാഹചര്യത്തിലുള്ളതാണ് എന്ന് വ്യക്തമായിട്ടില്ല. ഇറാൻ ഇന്നലെ രാത്രിയിൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ബെഞ്ചമിൻ നെതന്യാഹു ബങ്കറിനുള്ളിൽ ഒളിക്കാൻ ഓടുന്നു എന്നാണ് ദൃശ്യത്തെ ചുറ്റിപ്പറ്റി ഇപ്പോൾ ഉയരുന്ന പ്രധാന പ്രചരണം. ഇറാൻ തിരിച്ചടിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു ബങ്കറിലേക്ക് ഓടിപ്പോകുന്ന ദൃശ്യമാണ് ആ വീഡിയോയിലുള്ളത്. അപ്പോ ഈ ന്യൂസ് പടച്ചുവിട്ട ആള് പറയുന്നു, ആരെങ്കിലും ദയവായി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഓടിയളിക്കാൻ ഒരു ഇടം കൊടുക്കൂ എന്നാണ് പോസ്റ്റ് പങ്കുവെച്ചു കൊണ്ട് കുറിച്ചത്. എന്തായാലും ഇതിലും എത്രമാത്രം സത്യമുണ്ട് എന്നൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം ആ ഒരു സെക്കൻഡുകൾക്കുള്ളിലാണ് ഈ ഒരു വീഡിയോസും പുറത്തു വന്നിട്ടുള്ളത്. പല രൂപത്തിലുള്ള ന്യൂസുകൾ പ്രത്യക്ഷത്തിൽ വരുന്നുണ്ടെങ്കിലും ഇറാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇസ്രായേലിനെ നേരിട്ടിട്ടുള്ളത്. അമേരിക്കയുടെ ആ ഒരു തോണ്ടലാണ് ഇറാൻ ഇന്ന് മാന്തി പൊളിച്ചത്. കാരണം അമേരിക്ക കുറച്ച് ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പായി കാണണം, ഏതോ ഒരു വിഷയത്തിൽ, അത് വളരെ വ്യക്തമായിട്ട് എനിക്ക് അറിയാമായിരുന്നു, ഞാൻ മറന്നുപോയി, ഏതൊരു വിഷയത്തിൽ ഇറാനുമായിട്ട് അമേരിക്ക ഒന്ന് ചൊറിഞ്ഞു നോക്കി. അന്ന് ഇറാൻ ഇറാഖിലുണ്ടായിരുന്ന അമേരിക്കൻ മിലിറ്ററിയുടെ ആ ഒരു കേന്ദ്രത്തിലാണ് ജലാസ്റ്റിക് മിസൈൽ തൊടുത്തുവിട്ടത്. അന്ന് എത്രയോ മിലിറ്ററിക്കാർ അവിടെ മരണപ്പെട്ടു. എന്നിട്ട് അമേരിക്കൻ പ്രസിഡന്റ് എന്താ പറഞ്ഞത്? അവിടെ ഉണ്ടായിരുന്ന മിലിറ്ററിക്കാർക്ക് ചെറിയൊരു പരിക്കാണ് സംഭവിച്ചത്. അപ്പോൾ ഇവരുടെ രാഷ്ട്രങ്ങളിലൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റ് രാഷ്ട്രങ്ങളിൽ ഈ വിഷയങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വളരെ നാണക്കേടാണ് എന്നുള്ള ഒരു ചിന്താഗതിക്കാരാണ്. അതിപ്പോൾ ഇസ്രായേൽ ആയാലും അമേരിക്കയായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യയിലോ അതല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലോ ഇപ്പറയുന്ന ഫലസ്തീൻ, ലെബനൻ, ഇറാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആളപായവും അതുപോലെ തന്നെ മരണസംഖ്യയുടെ കാര്യങ്ങളുമൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ പുറത്തുവിടും. എന്തിനാണ് നാണിക്കേണ്ട ആവശ്യം? ഒരു രാജ്യത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ലോകരാജ്യം അറിയുക തന്നെ വേണം. ഇത് മരണപ്പെട്ടു പോകുന്ന മനുഷ്യർ, അവർക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് മറ്റ് ലോകരാജ്യങ്ങൾ അറിയാൻ പാടില്ല. ഇസ്രായേലിന്റെ ഒരു അവിടെയുള്ള ആ മിലിറ്ററിക്കാരുടെ മനസ്സിൽ ഭയം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതികളായിരിക്കാം ചിലപ്പോൾ ഇത്, അല്ലെ എന്ന് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. അത് അമേരിക്കയുടെ തന്ത്രവും അതുമൊക്കെ തന്നെ ആയിരിക്കും.
പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ഒരു കാശ്മീർ വഴിയോ അതല്ലെങ്കിൽ മറ്റ് ഭാഗങ്ങളിലൂടെയോ നുഴഞ്ഞു കയറി വരുന്ന ആളുകൾ നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയുമായിട്ട് ഫൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് സെക്കൻഡുകൾക്കുള്ളിൽ നമ്മുടെ ഇന്ത്യ മാത്രമല്ല ലോകരാജ്യങ്ങളിൽ ഇന്ത്യയുടെ ഒരു മിലിറ്ററി വീരമൃത്യു വരിച്ചു എന്നുള്ള ഒരു ഹെഡിങ്ങോട് കൂടി നമുക്ക് ആ വ്യക്തിയുടെ ഫോട്ടോ കാണാം. പക്ഷേ ഇവിടെ അത്തരം ഒരു രീതികളും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ലോകരാജ്യങ്ങൾ ഈ ഒരു വിഷയം പുറത്തുവിടാത്തത് തന്നെ. അപ്പൊ ഭയപ്പാട് കൊണ്ടായിരിക്കാം. എന്തായാലും നല്ല ഉഗ്രൻ പണിയാണ് കിട്ടിയിട്ടുള്ളത്. ചെറിയ രൂപത്തിലുള്ള ആ ഒരു പണിയൊന്നുമല്ല. ഇതിൽ ശരിക്ക് ഇസ്രായേൽ ഒരു പാഠം പഠിച്ചു എന്ന് തന്നെ മനസ്സിലാക്കാം. കാരണം ഇറാന്റെ ആ ഒരു മിസൈൽ എന്ന് പറഞ്ഞാൽ ശബ്ദത്തെക്കാൾ വേഗതയാണ്. ശബ്ദത്തെക്കാൾ വേഗതയേറിയ 1400 കിലോമീറ്റർ പരിധി, 1400 കിലോമീറ്റർ വേഗതയിലാണ് ആ ഒരു മിസൈലിന്റെ ആ ഒരു ഓട്ടം തന്നെ. അപ്പോൾ എത്രമാത്രം സ്പീഡ് ഉണ്ടാകും. നമ്മൾ സാധാരണ ഇപ്പോൾ ഫ്ലൈറ്റ് ഒക്കെ അതിനേക്കാളും സ്പീഡിലാണ് സംഭവം നടക്കുന്നത്. ജെറ്റ് പോകുന്നതിനേക്കാളും സ്പീഡിലാണ് പോയിട്ടുള്ളത്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 2 ഇസ്രായേലിനെതിരെ കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് നൽകിയ പേരിതായിരുന്നു. ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയയെ ടെഹ്റാനിൽ വെച്ചും ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ലയെ ലബനനിൽ വെച്ചും വധിച്ചതിന് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾക്ക് മറുപടിയായാണ് ഇറാൻ 181 ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത്. ഗദ്ദർ, ഇമാദ് എന്നീ മിസൈലുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഫത്ത ഹൈപ്പർസോണിക് മിസൈലുകളും ഇറാൻ ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചു എന്നാണ് റിപ്പോർട്ട്. തങ്ങളുടെ മിസൈലുകൾ 90% ലക്ഷ്യം കണ്ടുവെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. അത് നമ്മൾ CNN ന്യൂസൊക്കെ കാണുന്ന സമയം, അൽജസീറൊക്കെ കാണുന്ന സമയം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം ആ മിസൈലുകളൊക്കെ താഴെ വീണ് പൊട്ടുന്ന ആ ഒരു ദൃശ്യവും കാണുന്നുണ്ട്. അപ്പോൾ ഇവരുടെ അയൺ ഡോം വെച്ചിട്ടൊന്നും തടുക്കാൻ പറ്റാത്ത വിധത്തിൽ തന്നെയാണ് ഇസ്രായേലിന്റെ ആ ഒരു വേഗതയേറിയ മിസൈലുകൾ, ഇറാന്റെ വേഗതയേറിയ മിസൈലുകൾ ഇസ്രായേലിൽ ചെന്ന് പതിച്ചിട്ടുള്ളത്. എന്തായാലും അഹങ്കാരത്തിന് ഒരു മറുപടി ഏത് മനുഷ്യരായാലും, അഹങ്കരിച്ച് നടക്കുന്ന ഏത് മനുഷ്യരായാലും ഒരു നാൾ വീഴും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. കഴിഞ്ഞ ജൂണിലാണ് ഫത്ത 1 മിസൈൽ ഇറാൻ തുറക്കുന്നത്. എന്താണ് അറബി ഭാഷയിൽ ഫത്ത എന്ന വാക്കിന്റെ അർത്ഥം? ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയാണ് മിസൈലിന് ഈ പേര് നൽകിയത്. ശബ്ദത്തേക്കാൾ വേഗതയുണ്ട് ഫത്തയ്ക്ക്. കൃത്യമായി ലക്ഷ്യം കാണുന്ന പ്രിസിഷൻ ഗൈഡഡ് മിസൈലായ ഫത്തയുടെ 2 ഘട്ടങ്ങളിലായി പ്രവർത്തിക്കുന്ന റോക്കറ്റുകൾക്ക് കരുത്തേകുന്നത് ഖര ഇന്ധനമാണ്. മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായ ഫത്ത 1 1400 കിലോമീറ്റർ വേഗതയാണ്. മണിക്കൂറിൽ 16,000 മുതൽ 18,500 കിലോമീറ്റർ വരെ പരമാവധി വേഗത കൈവരിക്കാൻ ഫത്തയ്ക്ക് കഴിയും. ശബ്ദത്തേക്കാൾ 3 ഇരട്ടി വേഗതയുണ്ട്. ചലിക്കാൻ കഴിയുന്ന ഡോസിലുകൾ ഉള്ളതിനാൽ ഏത് ദിശയിൽ സഞ്ചരിക്കാനും ഫത്തയ്ക്ക് കഴിയും. ഇങ്ങനെ ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തേക്കും അകത്തേക്കും പോകാൻ കഴിയുമെന്നതിനാൽ തന്നെ നിലവിലുള്ള എല്ലാ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെയും കണ്ണുവെട്ടിച്ച് പറക്കാൻ ഫത്തന് കഴിയും എന്നുള്ളത് ഇന്നലെ വളരെ വ്യക്തമായി. അത്യാധുനിക റോക്കറ്റ് എഞ്ചിനുകൾ, ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാനുള്ള ശേഷി, സങ്കീർണമായ ഗൈഡൻസ് സംവിധാനം എന്നിവയാണ് ഫത്തയുടെ എടുത്തു പറയേണ്ട പ്രത്യേകതകൾ. കഴിഞ്ഞ നവംബറിൽ ഫത്തയുടെ പരിഷ്കരിച്ച പതിപ്പായ ഫത്ത 2 ഇറാൻ അവതരിപ്പിച്ചിരുന്നു. ഫത്ത 2ന്റെ ആദ്യഘട്ട സംവിധാനങ്ങൾ ഫത്ത 1 സമാനമാണ്. എന്നാൽ 2ാം ഘട്ടത്തിൽ പോർമുനയുടെ ഘടനയിൽ ഉൾപ്പെടെ കാതലായ മാറ്റമുണ്ട്. ഹൈപ്പർസോണിക് ക്രൂയിസ് ഗ്ലൈഡ് വെഹിക്കിൾ എന്ന പുതിയ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് ഫത്ത 2. 12 മീറ്റർ നീളമുള്ള ഫത്ത 2 മിസൈലിന്റെ ഭാരം
4100 കിലോഗ്രാം മാത്രമാണ്. 14,000 കിലോമീറ്ററാണ് ഇതിന്റെ ദൂരപരിധി. എന്തായാലും ഇന്നലെ ഇറാൻ തൊടുത്തുവിട്ട ആ മിസൈലുകളൊക്കെ ഇസ്രായേലിൽ വന്ന് പതിക്കുന്നതിന് മുമ്പ് അബുദാബിയിൽ ഫ്ലൈറ്റിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി വളരെ കൃത്യമായിട്ട് വീഡിയോ പിടിച്ച് ആ ഒരു മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അത് പല ആളുകളുടെയും കൈകളിൽ കിട്ടുകയുണ്ടായി. ഇറാനിൽ നിന്ന് പൊന്തി വരുന്നതായിട്ടുള്ള ആ മിസൈലിന്റെ വേഗതയാണ് ആ വ്യക്തി വീഡിയോ എടുത്തത് എന്നുള്ളത്. അപ്പം കൃത്യമായി അവർ ഉദ്ദേശിച്ച ആ ദിശയിൽ തന്നെ ആ മിസൈൽ പതിച്ചു എന്നുള്ളത് വളരെ വ്യക്തം തന്നെയാണ്. പക്ഷേ ഇസ്രായേൽ ആ വിഷയങ്ങൾ മൂടിവെക്കുന്ന രീതികളാണ് ഇപ്പോൾ കാണുന്നത്. കാരണം അവരുടെ രാജ്യത്ത് പതിച്ച മിസൈലിനെ കുറിച്ച് അതല്ലെങ്കിൽ അവിടെ മരണപ്പെട്ട ജനങ്ങളെ കുറിച്ചൊന്നും ന്യൂസിൽ കൃത്യമായിട്ടുള്ള ആ ഒരു ന്യൂസ് വന്നിട്ടില്ല. 2005 ഗദ്ദർ മിസൈലുകൾ ഇറാൻ അവതരിപ്പിച്ചത്. 2003 വരെ ഇറാൻ ഉപയോഗിച്ചിരുന്ന ഷഹബ് 3 എന്ന മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഗദ്ദർ. ഒന്നാം ഘട്ടത്തിൽ ദ്രവ ഇന്ധനവും രണ്ടാം ഘട്ടത്തിൽ ഖര ഇന്ധനവുമാണ് ഗദ്ദറിന് കരുത്തേകുക. ഗദ്ദർ എസ് 1350 കിലോമീറ്റർ ദൂരപരിധി, ഗദ്ദർ എച്ച് 1650 കിലോമീറ്റർ ദൂരപരിധി, ഗദ്ദർ എഫ് 1950 കിലോമീറ്റർ ദൂരപരിധി എന്നിങ്ങനെ 3 തരം ഗദ്ദർ മിസൈലുകളാണ് ഇറാൻ വികസിപ്പിച്ചത്. 1.25 മീറ്റർ വ്യാസമുള്ള ഗദ്ദർ മിസൈലുകളുടെ നീളം 15.86 മീറ്ററിലും 16.58 മീറ്ററിനും ഇടയിലാണ്. എന്തായാലും ആ വിഷയം അങ്ങനെ നിൽക്കട്ടെ. ഇപ്പോ നടക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇറാനെ അപമാനിക്കുന്ന രൂപത്തിലുള്ള ഒരു വാർത്ത പടച്ചു വിട്ടിട്ടുണ്ട്. അപമാനിക്കുക, അതായത് ആ രാജ്യത്തുള്ള നേതാക്കന്മാരൊക്കെ അവർ മറ്റു രൂപത്തിലുള്ള മോശക്കാരായിട്ടുള്ള ആളുകളാണ് എന്നുള്ളത് വരുത്തി തീർത്ത് ചിത്രീകരിച്ച് ലോകരാജ്യങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പൊ ഇസ്രായേലിന്റെ ഈ ഒരു വൃത്തികെട്ട നയവും അതല്ലെങ്കിൽ അമേരിക്കയുടെ വൃത്തികെട്ട ഈ സ്വഭാവമൊക്കെ ഇവിടെ ഇറാനോ അതല്ലെങ്കിൽ ഇപ്പോ ലബനനിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള ആ ടീംസ് ഒന്നും ഇസ്രായേലിന്റെ ഈ ഒരു പിപ്പിടികാട്ടലിലൊന്നും അവർ വകവെച്ച് കൊടുക്കുന്നില്ല എന്ന് വളരെ വ്യക്തമാണ്. കാരണം ഓരോ നിമിഷങ്ങളിലാണ് മിസൈൽ ഇസ്രായേലിലും ചെന്ന് പതിക്കുന്നത്. പക്ഷേ കൃത്യമായിട്ടുള്ള കണക്കുകൾ പുറത്തു വരുന്നില്ല. നമ്മളൊരിക്കലും സന്തോഷിക്കുന്നില്ല ഈ വിഷയത്തിൽ. പക്ഷേ ഇസ്രായേൽ എക്കാലവും യുദ്ധക്കൊതിയന്മാരായിട്ടുള്ള ആളുകളാണ്. ഒരു കാരണവുമില്ലെങ്കിലും ഫലസ്തീനികളായിട്ടുള്ള സാധാരണക്കാരുമായിട്ട് ആ മിലിറ്ററിക്കാർ ചെന്ന് കൊമ്പ് കോർക്കുന്ന ആ ഒരു വീഡിയോസ് ഒരുപാട് കണ്ടിട്ടുണ്ട് നമ്മൾ. ഒരുപാട് പെൺകുട്ടികളെയും അതല്ലെങ്കിൽ കുടുംബിനിയായിട്ടുള്ള ഉമ്മമാരെയും ഒക്കെ പിടിച്ചു കൊണ്ടുപോയി വാഹനത്തിൽ കൊണ്ട് അവരെ ബലാത്സംഗം ചെയ്ത് അതല്ലെങ്കിൽ മറ്റു രൂപത്തിലൊക്കെ ഉപയോഗിച്ച് പുറത്ത് പറഞ്ഞേക്കുന്ന ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഫലസ്തീനികളെ ഒരുപാട്